പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 21 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനരാത്രങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യം. ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. തൻ്റെ ജനമായ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് അരുളി ചെയ്യുന്ന ദൈവിക ഉറപ്പും വാഗ്ദത്ത വചനങ്ങളുമാണ് ഈ 54 അധ്യായത്തിൽ നാം കാണുന്നത്. പറയുകയാണ്, കുന്നുകൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും. നാം നമ്മുടെ അനുഭവത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. കാരണം അന്നും ഇന്നും എന്നും കുന്നുകൾ അവിടെ തന്നെയുണ്ട്, പർവ്വതങ്ങൾ അവിടെ തന്നെയുണ്ട്. പറയാണ്, ഇവയൊക്കെ മാറിപ്പോകും. ഇവയൊക്കെ മാറിപ്പോയാലും സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടുള്ള, നമ്മോട് ഓരോരുത്തരോടുമുള്ള ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ ദയ, സമാധാന നിയമം ഒരിക്കലും മാറുകയില്ല എന്ന് നമ്മോട് കരുണയുള്ള ദൈവം അരുളി ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ ജനം തങ്ങളുടെ സ്വന്തം സൃഷ്ടിതാവും രക്ഷിതാവുമായ ദൈവത്തെ വിട്ടിട്ട് അവർ വന്ന വഴിയാത്രകളിലൊക്കെ അന്നേരം കാണുന്നതും ഇഷ്ടം തോന്നുന്നതുമായ വിവിധ ദൈവങ്ങളിൽ ആശ്രയിച്ചു. അന്യ ദൈവങ്ങളിൽ അവർ വിശ്വസിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. അവരുടെ ദൈവത്തെ മറന്നുകളഞ്ഞു. പക്ഷേ ഓരോ അവസ്ഥകൾ വരുമ്പോൾ അവർ തിരിച്ചറിയുന്നു, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾ വീണുപോയി. അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. കരുണയുള്ള ദൈവം അവരെ വിടുവിക്കുന്നു. പിന്നെയും ഇത് തന്നെ അവർ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ലോകത്തിൽ ആരിലൊക്കെ എന്തെല്ലാം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നാം ആശ്രയിച്ചാലും വിശ്വസിച്ചാലും അതൊക്കെ താൽക്കാലികമാണ്. പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിപ്പോകും. നിത്യമായത് സ്വർഗത്തിലെ ദൈവം ഒരുവനേ ഉള്ളൂ. ഇത് ദൈവിക വശം. ഇനിയും മാനുഷിക വശം. കുന്നുപോലെ, പർവ്വതം പോലെ ഉറപ്പുള്ള ബന്ധുക്കൾ നമുക്കുണ്ട്, സഹോദരങ്ങൾ നമുക്കുണ്ട്, കൂട്ടുകാർ നമുക്കുണ്ട്, ഉറ്റ ചങ്ങാതിമാരുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണല്ലോ ഫാമിലി ഫ്രണ്ട്സ് നമുക്കുണ്ട്. ഇങ്ങനെ നീണ്ടുപോകുന്നു.
ആധുനിക ബന്ധങ്ങളുടെ ചങ്ങല. പക്ഷേ ഇതെത്ര പാറ പോലെ ഉറച്ചതാണെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവർ ഇട്ടേച്ച് ഓടിക്കളയും, വിട്ട് മാറിക്കളയും. അവരെ ബാധിക്കുന്ന, അവർക്ക് നഷ്ടം വരുന്ന, അവരുടെ സുഗമമായ പോക്കിന് ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറിയ നേരിയ പ്രയാസം നേരിടുമെന്ന് അവർക്കൊന്ന് സ്മെല്ലടിച്ചാൽ അവർ വളരെ തന്ത്രപരമായി നമ്മിൽ നിന്നും മാറിപ്പോകും. പക്ഷേ ദൈവവചനം പറയാണ്, നിങ്ങളോട് എത്ര കൈയടിച്ചു വാക്ക് പറഞ്ഞവർ, ഒരു പാത്രത്തിൽ നിന്നും ആഹാരം കഴിച്ചവർ, എത്രയോ ഉറക്കെ ഉറക്കെ നിങ്ങളെക്കുറിച്ച് ശക്തമായി വാദിച്ചവർ, സാക്ഷ്യപ്പെടുത്തിയവർ, മരിക്കേണ്ടി വന്നാലും പത്രോസ് യേശുവിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ കൂടെ കാണുമെന്ന് ആവർത്തിച്ച് പറയുകയും അത് നമ്മുടെ ഹൃദയത്തിലും തലച്ചോറിലും പതിയുകയും ചെയ്ത അനേക പ്രിയപ്പെട്ടവർ കേവലം ഒരു കൊച്ചു കാര്യത്തിന്, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ എന്താണ് കാര്യമെന്ന് തിരക്കാതെ പോലും ഇട്ടെറിഞ്ഞിച്ച് പോയിട്ടില്ലേ? നമ്മളെ കണ്ടില്ല എന്ന് നടിച്ച് ഒരു ബന്ധം പോലും പുലർത്താതിരിക്കുന്നില്ലേ? എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഉറപ്പ് തരുന്നത്. ഈ ലോകത്തിൽ ആരെല്ലാം എത്രയെല്ലാം കയ്യെ പിടിച്ച് സത്യം ചെയ്താലും, ദൈവത്തെ പിടിച്ച് സത്യം ചെയ്താലും, വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് ഉറപ്പ് പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോൾ ഇട്ടേച്ചു പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മറക്കാത്തവനാണ്, മാറ്റമില്ലാത്തവനാണ്, വിട്ടുപോകാത്തവനാണ്. അവന്റെ സമാധാന നിയമം നിങ്ങളോട് ആജീവനാന്തം ഉള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കരുത്. ലോകബന്ധങ്ങളിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് ആശ്രയിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. അവരവരുടെ കാര്യം കഴിയുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു ലോകബന്ധങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ കണ്ണുകൾ തുറക്കണം, വചനത്തിൽ വിശ്വസിക്കണം. വചനം പറയുന്നത് ജീവിതത്തിൽ സ്വീകാര്യമാക്കിയാൽ വിഷമിക്കേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല. കാരണം കുന്നുകൾ മാറിപ്പോയാലും പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും മാറാത്ത ഒരുവൻ എന്നോട് കൂടെയുണ്ട്. എന്റെ ദുഃഖത്തിൽ, എന്റെ വേദനയിൽ, എന്റെ കണ്ണുനീരിൽ, എന്റെ വീഴ്ചയിൽ, താഴ്ചയിൽ, എന്റെ കുഞ്ഞിന് നേരിട്ട പ്രയാസത്തിൽ, എന്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകളിൽ, എന്റെ സാമ്പത്തിക വീഴ്ചകളിൽ, എന്റെ കുടുംബത്തിന് നേരിട്ട ആഘാതത്തിൽ, മനസ്സാ വാചാ കർമ്മണ ബന്ധപ്പെടാത്ത ചില വിഷയങ്ങൾ എന്റെ മക്കൾക്ക്, എന്റെ കുടുംബത്തിൽ നേരിട്ടപ്പോൾ എല്ലാവരും മാറിയും ഒളിഞ്ഞു വരുന്ന് എനിക്കെതിരെ ഒളിയമ്പുകൾ എഴുതപ്പോൾ തമ്പുരാൻ കൂടെ ഇരുന്ന് പരിപാലിച്ചു. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ അനുഭവം, നമ്മുടെ സാക്ഷ്യം? അങ്ങനെയെങ്കിൽ ആ തമ്പുരാൻ വഴിയിൽ വിട്ടേച്ച് പോകുന്നവനല്ല. ഈ ലോകത്തിന്റെ ബന്ധങ്ങളും സ്ഥാനങ്ങളും സുഹൃത്തു വലയങ്ങളും എന്തിനേറെ സ്വന്തം രക്തങ്ങൾ ഉൾപ്പെടെ വഴിയിലിട്ടിട്ട് പോകുന്നവരാ. എന്നാൽ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നമ്മിൽ നിന്നും ചില കാര്യങ്ങൾ വേണ്ട കാലങ്ങളിൽ, സമയത്ത്, പണമുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ നമ്മൾ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുറവുകളും പോരായ്മകളും ഒന്നും ഒരു കുറവല്ല, ഒരു പോരായ്മയല്ല. പക്ഷേ നമുക്കൊരു ക്ഷീണവും വീഴ്ചയും പ്രയാസവും വരുമ്പോൾ
നമ്മളുടെ നന്മയും തിന്മയായി മാറും. ഇത് ലോക മനുഷ്യ സഹജമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം സ്വഭാവവും രൂപവും മാറുകയും മാറ്റുകയും ചെയ്യുമ്പോൾ മാറാത്തവനായി, മറക്കാത്തവനായി, മാറ്റമില്ലാത്തവനായി എന്നോട് നിങ്ങളോട് കൂടെയിരിക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പാതയിലെ ദുർഘടങ്ങളായ അവസ്ഥകളിൽ തമ്പുരാൻ കൂടെ ഇരുന്ന് കരം പിടിച്ച് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കട്ടെ. വീഴാതെ താഴാതെ തമ്പുരാൻ കരങ്ങളിൽ വഹിക്കട്ടെ. നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവര് പഠിക്കുകയോ ജോലിയോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ആരോടും പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിപരമായ ചില വിഷയങ്ങൾ, കുടുംബപരമായ ചില വിഷയങ്ങൾ, കുടുംബ ജീവിതത്തിലെ ചില താളപ്പിഴകൾ, കുഞ്ഞുങ്ങൾ നേരിടേണ്ടി വന്ന ചില വെല്ലുവിളികൾ, ഇന്ന് തമ്പുരാൻ കൂടെയുണ്ട്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, ഏറ്റെടുക്കുക, നമ്മെ തന്നെ സമർപ്പിക്കുക. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. ഈ ലോകത്തിന്റെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ ശാശ്വതമാണെന്നും നിലനിൽക്കുന്നതാണെന്നും ഞങ്ങൾ അന്യോന്യം ഊട്ടിയുറപ്പിച്ച് പറയുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയും വഴിയിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നതാണെന്നും, എന്നാൽ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും ഞങ്ങളെ വിട്ടുമാറാതെ, തള്ളിക്കളയാതെ ഞങ്ങളെ കാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ ദൈവത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ വചനം കേട്ട് തങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ആത്മാവിനാൽ പൊതിയണം. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവജനത്തിൽ നിന്ന് കേട്ടതുപോലെ ആരെല്ലാം മാറിയാലും, ഇട്ടിട്ട് പോയാലും, വാക്ക് മാറ്റി മാറ്റി പറഞ്ഞാലും നമ്മോടുള്ള സമാധാന നിയമം ഒരിക്കൽ പോലും മാറ്റാതെ കൂടെ നിൽക്കുന്ന ഈ തമ്പുരാന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിനവും വരുന്ന ഈ ദിനരാത്രങ്ങളും നമുക്കേവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെ ദിനമാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.